ജന്തർ മന്ദറിൽ അട്ടിമറിക്ക് പാക് ചാരസംഘടന ISI ശ്രമിച്ചു എന്നതാണ് വാർത്ത. പാക് ചാരസംഘടനയുടെ നിർണായക വിവരങ്ങൾ പങ്കുവച്ചത് പഞ്ചാബ് പോലീസാണ്. പ്രായപൂർത്തിയാകാത്ത സംഘാംഗം ഉൾപ്പെടെ 9 പേർ പിടിയിലായി എന്നുള്ള വാർത്തയും പഞ്ചാബ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി സർക്കാരിന് കീഴിലാണ് പഞ്ചാബ് പോലീസ് ഉള്ളത്. അതിൽ BJPക്കോ NDAക്കോ യാതൊരു ബന്ധവുമില്ല. അവർ തന്നെ പറയുന്നത് ഈ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകൾ ജന്തർ മന്ദറിലെ സമരത്തിൽ വലിയ തോതിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നാണ്. അത് പാക് ISI ആണ്, ചാരസംഘടനയാണ് അതിന് ചുക്കാൻ പിടിച്ചത് എന്നും പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ സർക്കാരിനും ഇക്കാര്യം നേരത്തെ അറിവുണ്ടായിരുന്നിരിക്കണം. അതിനാൽ കൂടിയാകണം നമ്മുടെ ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്ന, അങ്ങനെ വലിയൊരു ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് രാജ്യം പോകേണ്ട എന്നൊരു പരിഗണന കൂടി വെച്ചിട്ടാകണം നരേന്ദ്രമോദി എന്ന മനുഷ്യൻ വിട്ടുവീഴ്ചയ്ക്ക് അന്ന് തയ്യാറായത്. വാർത്തയിലേക്ക്. ജന്തർ മന്ദറിലെ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടെ ആക്രമണത്തിന് പാക് ISI പദ്ധതിയിട്ടെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു. പെട്രോൾ ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. പോലീസ് അടക്കം സുരക്ഷാ സേനാംഗങ്ങളായിരുന്നു ജന്തർ മന്ദറിലെ ഇവരുടെ ലക്ഷ്യമെന്നും പഞ്ചാബ് പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് പെട്രോൾ ബോംബ് നിർമ്മാണ വസ്തുക്കൾ സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നിന്നും സംഘത്തിന് സഹായം ലഭിച്ചെന്നും അമൃത്സർ പോലീസ് കമ്മീഷണർ ഗുർപ്രീത് സിംഗ് ഭുല്ലർ പറഞ്ഞു. उसमें 9 आरोपी गिरफ्तार हुए हैं. 3 पिस्टल, 4 पेट्रोल बॉम्ब, मोटरसाइकिल है, एक लाइटर और कुछ लाइव कार्ट्रिजेस रिकवर हुए हैं. एक मॉड्यूल जो है रेलवे ट्रैक के ऊपर कैमरास लगा के पाकिस्तान को फीड भेजने का काम करता है. दोनों मॉड्यूल्स को ISI के हैंडलर्स खुद हैंडल कर रहे थे और उसमें हमने 4 आरोपी गिरफ्तार किए हैं. जो कैमरा मॉड्यूल है, रेलवे ट्रैक जो जलंधर जा रहा है उसके ऊपर से कैमरा भी डिटेक्ट किया. GRP का जुरिस्डिक्शन था, वहाँ केस रजिस्टर हुआ. बट कमिश्नरेट पुलिस अमृतसर अपनी तरफ से साथ में इन्वेस्टिगेशन करती रही और हमने सारे आरोपी और कैमरा वगैरह उनके हवाले भी किए. 8 പേരടങ്ങുന്ന സംഘം ജന്തർ മന്ദർ സന്ദർശിച്ച് തിരികെ മടങ്ങുമ്പോൾ പഞ്ചാബ് പോലീസ് പിടികൂടിയതുകൊണ്ട് അട്ടിമറി നടന്നില്ല. പാക് ചാരസംഘടനയുമായി ബന്ധമുള്ള 2 ഭീകര മൊഡ്യൂളുകളാണ് പഞ്ചാബ് പോലീസ് പിടികൂടിയത്. പിടിയിലായ 9 പേരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഒരു സംഘം റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം CCTV സ്ഥാപിച്ച് ദൃശ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തെന്നും കണ്ടെത്തി. നേരത്തെ ബംഗാളിൽ നിന്ന് പിടിയിലായ ജെയ്ഷെ മുഹമ്മദ് ഭീകരനും ജന്തർ മന്ദറിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടതായി ബംഗാൾ പോലീസ് അറിയിച്ചിരുന്നു. ജനം, ഡൽഹി.